അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഇന്ന് നമുക്കിടയിൽ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. പാവങ്ങളെ സഹായിക്കുന്ന, ആരുമില്ലാത്തവർക്ക് താങ്ങായി തണലായി നിൽക്കുന്ന ഒരുപാട് സംഭവങ്ങൾ തുറന്നു പറയുകയാണെങ്കിൽ ഉബൈദിനെ പോലെയുള്ള, അല്ലെങ്കിൽ സൂരജിനെ പോലെയുള്ള, ബഹുമാനപ്പെട്ട ദേവർഷോല ഉസ്താദിനെ പോലെയുള്ള ഇങ്ങനെയുള്ള ആളുകൾ ചെയ്യുന്ന നല്ല നല്ല പ്രവർത്തനങ്ങൾ. ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ ഒരുപാട് പാവപ്പെട്ട ആളുകളുടെ വിവാഹമാണ് നടത്തി കൊടുത്തിട്ടുള്ളത്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവരെ പോലെയുള്ള ഒരുപാട് ആളുകളുണ്ട്, നന്മകൾ ചെയ്യുന്ന ഒരുപാട് ആളുകൾ. മറ്റുള്ളവർ ബുദ്ധിമുട്ട് ജീവിക്കുമ്പോൾ, പ്രയാസപ്പെട്ട് ജീവിക്കുന്ന സമയത്ത് വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുത്തുകൊണ്ടും പാവങ്ങളെ സഹായിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരുപാട് ആളുകൾ. പക്ഷേ ഇങ്ങനെ സഹായിക്കുന്നവരുടെ വീഡിയോയുടെ താഴെ വന്ന് കമന്റ് ഇടുന്ന ചില ആളുകളുണ്ട്, അല്ലെങ്കിൽ അവരെതിർക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. റീച്ചിന് വേണ്ടിയല്ലേ, ഫോളോവേഴ്സിന് വേണ്ടിയല്ലേ, ലൈക്കിന് വേണ്ടിയല്ലേ, സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയല്ലേ, ഇങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് അവരെ ഇല്ലായ്മ ചെയ്യുന്ന ഒരുപാട് ആളുകൾ. ശരിക്കും പറഞ്ഞാൽ പടച്ച റബ്ബിന്റെ നോട്ടം എന്നുള്ളത് നമ്മുടെ ഹൃദയത്തിലേക്കാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഹൃദയത്തിലേക്കാണ് നോക്കുന്നുള്ളത്. നമ്മുടെ ഹൃദയം അറിയാൻ കഴിയുന്ന, നമ്മുടെ മനസ്സറിയുന്ന ഒരേ ഒരാൾ അത് റബ്ബ് മാത്രമാണ്. ആ റബ്ബിന് മാത്രമേ അറിയുള്ളൂ അവന്റെ മനസ്സിന്റെ ഉള്ളിൽ എന്താണ്, അവൻ വിചാരിച്ച കാര്യം എന്താണെന്നുള്ളത്. അതുകൊണ്ട് ഒരാളെ മുഖം നോക്കിയിട്ട്, ഒരാളുടെ പുറം നോക്കിയിട്ട് നമ്മൾ ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി പോകേണ്ടതില്ല. അവർ ചെയ്യുന്ന പ്രവൃത്തി അള്ളാഹ്ക്ക് മുമ്പിൽ വലിയ പ്രതിഫലമുള്ള കാര്യം തന്നെയാണ്. ഉബൈദ് ചെയ്യുന്ന ഈ പ്രവൃത്തി അത് പാവങ്ങളായ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ അതിനേക്കാളും വലിയൊരു കാര്യം എന്താണുള്ളത്? നമുക്കെല്ലാവർക്കും അറിയാം. റമദാന്റെ സമയത്ത് ബദറുദ്ദീൻ എന്ന് പറയുന്ന ചെറിയൊരു കുട്ടി, ആ ചെറിയൊരു കുട്ടി തന്റെ കുടുംബം പോറ്റാൻ വേണ്ടി അച്ചാർ വിൽക്കാൻ വരുന്ന സമയത്ത് ആരും അറിയാത്ത ആ ബദറുദ്ദീൻ എന്ന് പറയുന്ന ആ കുട്ടിയെ ഇന്ന് കേരളത്തിനകത്തും പുറത്തും അറിയപ്പെടുന്ന ഒരു ബ്രാൻഡാക്കി മാറ്റിയത് ഈ ഉബൈദ് എന്ന സഹോദരൻ തന്നെയാണ്. അതേപോലെ ഒരുപാട് ധനസഹായം ചെയ്യുന്ന, വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കുന്ന ഒരുപാട് ആളുകൾ. ഇങ്ങനെയുള്ള ആളുകൾ മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ, മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും തടസ്സമായി പോകാൻ വേണ്ടി പാടില്ല. ചെയ്യുന്നവർ ചെയ്യട്ടെ. അവരുടെ ഉള്ളറിയുന്നതിന് അള്ളാഹു മാത്രമാണ്. റീച്ചിന് വേണ്ടിയാണോ, ഫോളോവേഴ്സിന് വേണ്ടിയാണോ, എന്തിനു വേണ്ടിയാകട്ടെ, ഒരാളുടെ ഉള്ളറിയുന്നവൻ അത് അള്ളാഹു മാത്രമാണ്. ഒരാൾക്ക് പ്രതിഫലം കൊടുക്കുന്നവൻ അത് അള്ളാഹു മാത്രമാണ്. അതുകൊണ്ട് ഒരാൾക്കും ഒരാളുടെയും ഉള്ളറിയാൻ വേണ്ടി സാധിക്കുന്നില്ല, ഒരാൾക്കും ഒരാളുടെയും മനസ്സറിയാൻ വേണ്ടി സാധിക്കുന്നില്ല. അതുകൊണ്ട് ഒരു കാര്യം പറയാനുള്ളത്, ഒന്നെങ്കിൽ ഒരാളെ സഹായിക്കാൻ നിൽക്കാം, ഒന്നെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കാം. പാവപ്പെട്ട ആളുകൾക്ക് താങ്ങായി തണലായി മാറാം. ഇനി അതിന് കഴിയുന്നില്ലേ, മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ സഹായിക്കുന്നവരെ എന്താക്കാം, സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ സഹായിക്കുന്നവരെ സഹായിക്കാം, അവരെ സ്നേഹിക്കാം. അവർ ഇനിയും സഹായങ്ങൾ ചെയ്യട്ടെ. വീടില്ലാത്ത ഒരുപാട് പാവപ്പെട്ടവർക്ക് അവർ ഇനിയും വീട് വെച്ച് കൊടുക്കട്ടെ. പട്ടിണി കിടക്കുന്ന ഒരുപാട് ആളുകൾക്ക് അവർ ഇനിയും ഭക്ഷണങ്ങൾ എത്തിച്ചു കൊടുക്കട്ടെ. അതല്ല ഏറ്റവും നല്ല കാര്യം എന്നുള്ളത്. നമ്മൾ എന്തിനാണ് മറ്റുള്ളവർക്ക്, ഒരു പാവപ്പെട്ട ആളുകൾ കിട്ടുന്ന ഒരു സഹായം, ഒരു പാവപ്പെട്ട ആളുകൾ കിട്ടുന്ന ഒരു നല്ല കാര്യം നമ്മളായിട്ട് എന്തിനാണ് അതില്ലാതാക്കി കളയുന്നുള്ളത്? പാവങ്ങളും ജീവിച്ചു പോകട്ടെ. അതുകൊണ്ട് ഇങ്ങനെ സഹായിക്കുന്ന, മറ്റുള്ളവരെ സഹായിക്കുന്ന, അവർക്ക് മുമ്പിൽ ചാലഞ്ചായിട്ട് പോകുന്ന ഒരുപാട് ആൾക്കാരെ കുറ്റം പറയുന്ന പല ആളുകളുണ്ട്. നമ്മളെന്തിനാണ് മറ്റുള്ളവർ കിട്ടുന്ന സഹായം നമ്മളായിട്ട് ഇല്ലാതാക്കി കളയുന്നുള്ളത്? അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാനുള്ളത്, ഒന്നെങ്കിൽ നന്മകൾ ചെയ്യുക, ഒന്നെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കുക, പാവങ്ങൾക്ക് താങ്ങായി തണലായി മാറാം. ഇനി പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ സഹായിക്കുന്നവരെ നമ്മൾ എന്താക്കുക, സഹായിക്കുക എന്നുള്ളതാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ടല്ലോ, ഇർഹമു മൻ ഫിൽ അർളി യർഹമുക്കും മൻ ഫിസ് സമാ. നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക എന്നുള്ളതാണ്. മനുഷ്യരാകട്ടെ, മൃഗങ്ങളാകട്ടെ, അവൻ ഏത് മതത്തിൽപ്പെട്ടവനാകട്ടെ, മതമില്ലാത്തവനാകട്ടെ, ആ ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കുക. എന്നാൽ ആകാശത്തിലുള്ളവർ നിങ്ങളോട് കരുണ കാണിക്കുമെന്നാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുള്ളത്. അതുകൊണ്ട് ഭൂമിയിലുള്ളവരോട് സ്നേഹവും കരുണയും കാണിക്കുക. ആരോടും ദേഷ്യപ്പെട്ട് ജീവിക്കാതെ നല്ല രീതിയിൽ ജീവിക്കുക. മറ്റുള്ളവർ സഹായിക്കുകയാണെങ്കിൽ, അവരെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, ഒരാൾ മറ്റുള്ളവരെ സഹായിക്കുകയാണെങ്കിൽ, ആ സഹായിക്കുന്നയാൾ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, അവൻ സഹായിക്കുന്ന ഓരോ കാര്യത്തിന്റെയും പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് എന്നൊരു കാര്യം ഓർക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല നന്മകൾ ചെയ്യുവാനും മറ്റുള്ളവരെ സഹായിക്കുവാനും മനസ്സ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.